ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയമല്ലേ, വേനൽക്കാലമൊക്കെ അല്ലേ. അപ്പോൾ കുട്ടികളെല്ലാവരും വീട്ടിലേക്ക് വിരുന്ന് വന്നിരിക്കുന്ന സമയമാണ്. ഒരു വീട്ടിലേക്കല്ല കേട്ടോ, ഇവിടെ 4 വീടുണ്ട്. 4 വീട്ടിലേക്കും വിരുന്ന് വന്ന കുട്ടികളെല്ലാവരും കൂടിയിട്ട് അവർക്കൊരു പകൽ സമയത്ത് അവരൊരു കണ്ടിട്ടുള്ളൊരു എൻജോയ്മെൻറ്റാണിത്. എല്ലാവരും പൈസയൊക്കെ പിരിച്ചിട്ട് നൂഡിൽസ് വാങ്ങിയിട്ട് ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ അല്ലേ. ഓരോങ്ങനെ ഈ മൊബൈലൊക്കെ നോക്കിയിരിക്കണ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരെന്നെ ഉണ്ടാക്കുക, അവരെന്നെ കഴിക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് പൈസയൊക്കെ പിരിച്ചിട്ട് വാങ്ങിക്കൊടുത്ത നൂഡിൽസാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഒരാൾ കേബേജ് അരിയുന്നുണ്ട്, മറ്റാൾ ക്യാരറ്റ് പിടിച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ ഒരാൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും കൂട്ടം കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്ത് കഴിഞ്ഞു, കണക്കർക്കാവ് പൂരമായിരുന്നു. അപ്പോൾ പൂരത്തിൽ ഞങ്ങൾ ഇവിടുന്ന് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അടുപ്പത്ത് തന്നെയാണ് ഇപ്പോൾ അവർ ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടാണ് അവരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് തന്നെ എല്ലാവരും കൂട്ടം കൂടിയിട്ടാണ് ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേബേജും ക്യാരറ്റും ഒക്കെ അരിഞ്ഞത് എണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിലിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കോഴിമുട്ട 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊത്തിപ്പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നല്ല സന്തോഷത്തിലാട്ടോ, അങ്ങനെ നല്ല ഒരു വിഭവമൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നൂഡിൽസൊക്കെ വെള്ളം വാഴാൻ വെച്ചതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കാണാൻ നല്ല രസമാട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിന് അഡീഷനായിട്ട് കിടക്കുന്ന കുട്ടികളല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെ മൊബൈൽ നോക്കിയിരിക്കണമെങ്കിൽ നല്ലത് ഇതേപോലെ ഓരോ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എൻജോയ്മെൻറ്റാണ്. സ്കൂളൊക്കെ പൂട്ടിയിട്ട് എല്ലാവരും വിരുന്ന് വന്നിരിക്കുന്ന സമയമല്ലേ, എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയെന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് ഒരു നാക്കലൊക്കെ മുറിച്ച് കൊടുന്ന് വീടിൻ്റെ അരിത്തുണ്ടേമേ സിറ്റൗട്ടിൽ ഇതേപോലെ വായൊക്കെ വിരിച്ചിട്ടാണ് എല്ലാവരും വട്ടളഞ്ഞിരുന്ന് കഴിക്കുകയാണ്. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടിപൊളിയായിട്ട് കേട്ടോ, നല്ല ടേസ്റ്റ് കേട്ടോ. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രസമാണ് കേട്ടോ അവരുണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും